ഹായ് ഓൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോറം ബേസ്ഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സ്കീമിലുള്ള മെക്കാവാസ് അൽഗോരിതമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ കോറം ബേസ്ഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതം? അപ്പോൾ സാധാരണ ഒരു സൈറ്റ് ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ സൈറ്റുകളിലേക്കും ആ റിക്വസ്റ്റ് അത് കൊടുക്കും. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതൊരു പർട്ടിക്കുലർ കുറേ സബ്സെറ്റ് ഓഫ് സൈറ്റുകളിലേക്ക് മാത്രം ഈ റിക്വസ്റ്റ് പോകും. അത് എല്ലാത്തിലും പോകത്തില്ല. സബ്സെറ്റ് ഓഫ് ഒരു ഗ്രൂപ്പിലുള്ള കുറേ സൈറ്റുകളിലേക്ക് മാത്രം ഈ റിക്വസ്റ്റ് പോകും. അതാണ് ഈ കോറം ബേസ്ഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വാട്ട് യു മീൻ ബൈ എ കോറം ബേസ്ഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സ്കീം? ഹിയർ ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് എ സൈറ്റ് ഡസ് നോട്ട് റിക്വസ്റ്റ് പെർമിഷൻ ഫ്രം ഓൾ അതർ സൈറ്റ്സ് ബട്ട് ഓൺലി ഫ്രം എ സബ്സെറ്റ് ഓഫ് ദ സൈറ്റ്സ്. അപ്പോൾ ആ സബ്സെറ്റ് കുറച്ച് സബ്സെറ്റുകളിലേക്ക് മാത്രം അത് റിക്വസ്റ്റ് പെർമിഷൻ ചോദിക്കും. ഓക്കെ, this is a radically different approach as compared to Lamport and Ricard Agarwala algorithm, where all sites participate in the conflict resolution of all other sites. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ടോക്കൺ ബേസ്ഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷനിലുള്ള ഈ രണ്ട് അൽഗോരിതമാണ് ലാംപോർട്ടും റിക്കാർഡ് അഗർവാള അൽഗോരിതം. ഇതിന് വിപരീതമായിട്ടാണ് ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ റിക്വസ്റ്റ് പെർമിഷൻ എല്ലാത്തിലും പോകുന്നതിന് പകരം കുറേ സബ്സെറ്റ് ഓഫ് സൈറ്റുകളിലേക്ക് മാത്രം പോകും. ഓക്കെ, അപ്പോൾ അതിൽ ഈ പറഞ്ഞ ലാംബോർട്ടിലും അഗർവാൾ അൽഗോരിതത്തിലും എല്ലാ സൈറ്റും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു പർട്ടിക്കുലർ സബ്സെറ്റ് ഓഫ് സൈറ്റുകളിലേക്ക് മാത്രം അത് പാർട്ടിസിപ്പേഷൻ പോകും. ഇൻ കോറം ബേസ്ഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതം എ സൈറ്റ് ക്യാൻ സെൻഡ് ഔട്ട് ഓൺലി വൺ റിപ്ലൈ മെസ്സേജ് അറ്റ് എ ടൈം. അതായത് ഈ അൽഗോരിതത്തിൽ ഒരു പർട്ടിക്കുലർ സൈറ്റ് ഒരു റിപ്ലൈ മെസ്സേജ് മാത്രമേ അറ്റ് എ ടൈം ഒരു റിപ്ലൈ മെസ്സേജ് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. A site can send a reply message only after it has received a release message from the previous reply message. അതായത് ഒരു പർട്ടിക്കുലർ സൈറ്റിന് റിപ്ലൈ മെസ്സേജ് എപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ? ഇതിന് മുമ്പ് റിപ്ലൈ കൊടുത്ത മെസ്സേജിൻ്റെ റിലീസ് മെസ്സേജ് വന്നാലേ അതിന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു പ്രോസസ് P1, P2, P3. ഓക്കെ, അപ്പോൾ P1 ഈസ് റിക്വസ്റ്റിംഗ് ഫോർ എ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഇവിടെ P2 വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹി വിൽ ഗീവ് എ റിലീസ് മെസ്സേജ്. ഓക്കെ, സോ ദിസ് ഈസ് റിക്വസ്റ്റ്, ദിസ് ഈസ് എ റിലീസ്. ഓക്കെ, അപ്പോൾ അറ്റ് ദ സെയിം ടൈം അപ്പം P2 അറിയാം ഇത് റിക്വസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും P1 വിൽ ബി എൻറ്ററിങ് ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അഗെയിൻ P2 ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, സോ P1 നോസ് ദാറ്റ് this P1 is already there in the critical section. അപ്പോൾ ഇത് ഇവിടെ നിന്ന് റിലീസ് മെസ്സേജ് ഇവിടെ നിന്ന് P1 റിലീസ് മെസ്സേജ് കൊടുത്താലേ ഇയാൾക്ക് തിരിച്ച് ഒരു റിപ്ലൈ മെസ്സേജ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ അതിനെ അൽഗോരിതത്തിൽ വി വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, ഫോർ എ സൈറ്റ് SI ലോഗ്സ് ഓൾ ദ സൈറ്റ്സ് ഇൻ RI ഇൻ എക്സ്ക്ലൂസീവ് മോഡ് ബിഫോർ എക്സിക്യൂട്ടിംഗ് ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ഒരു സൈറ്റ് SI ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റിൻ്റെ കീഴിൽ കുറേ കോറങ്ങളുണ്ട്, കുറേ കോറം സൈറ്റ്സുകളുണ്ട്. അതിനെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അയാൾ ഇതിൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. സോ ഇതാണ് ഇതിൻ്റെ മെക്കാവാസ് അൽഗോരിതം. It was first Merkabah's algorithm was the first quorum-based mutual exclusion algorithm. This algorithm requires delivery of the message to be in order they are sent between every pairs. അപ്പോൾ നമ്മൾ എല്ലാ അൽഗോരിതം പോലെ നമുക്ക് we are having 3 different sections: requesting the critical section, executing the critical section, and releasing the critical section. Okay, so first we can go through the requesting the critical section. A site SI request access to the critical section by sending request I message to all the sites in the request set. ഇത് ഈ റിക്വസ്റ്റ് സെറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കോറം. അപ്പോൾ ഈ റിക്വസ്റ്റ് സെറ്റിനകത്തുള്ള എല്ലാ സൈറ്റുകളിലേക്കും ഈ റിക്വസ്റ്റ് അത് പോകും. ഓക്കെ, സോ വി വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ആൻ ഇലിസ്ട്രേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ സൈറ്റ്സ് P1, P4, P3, P4, P5. ഓക്കെ, സോ ദീസ് ആർ ദ റിക്വസ്റ്റ് സെറ്റ്സ്. ഓക്കെ, ഇതാണ് കോറം. P1ൻ്റെ കോറം എന്ന് പറയുന്നത് 3-4 ആണ്. ഓക്കെ, ഇതിൻ്റെ കോറം എന്ന് പറയുന്നത് 3-5 ആണ്. ഇതിൻ്റെ കോറം എന്ന് പറഞ്ഞാൽ 2-5, ഇതിൻ്റെ കോറം എന്ന് പറഞ്ഞാൽ 2-3-5, ഇതിൻ്റെത് 2-3-4. ഓക്കെ, അപ്പോൾ ഇപ്പോൾ P1
want to enter into the critical section. Okay, so these are the requests. So P1 want to enter into the critical section ആണെങ്കിൽ he want to give request to 3 as well as 4. ഈ കോറത്തിലുള്ള സൈറ്റ്സുകൾ ഏതാണെന്ന് നോക്കും, അതിലേക്ക് മാത്രം റിക്വസ്റ്റ് പോകും. നമ്മൾ ഇത് കോറം ബേസ്ഡ് ആകുമ്പോൾ എന്തുവാണ്, എല്ലാ സൈറ്റുകളിലേക്കും പോകേണ്ട, ആ കോറത്തിൽ പറഞ്ഞിരിക്കുന്ന സൈറ്റുകളിലേക്ക് മാത്രം പോയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ P1 റിക്വസ്റ്റ് പോകുന്നത് 3ലും 4ലുമാണ് കേട്ടോ, 3 as well as 4. ഓക്കെ, റിക്വസ്റ്റ് പോയി. ക്ലിയർ. ഇനി ഇവിടെ നിന്ന് റെസ്പോൺസ് വന്നാൽ ഹി ക്യാൻ എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ റിക്വസ്റ്റ് പോകുമ്പോഴത്തേക്കും ഈ ഓരോ സൈറ്റുകളിലും ദേ ആർ ഹാവിങ് എ അറേ. ഓക്കെ, ആ അറേയിൽ they will mention which process has initiated or which site has initiated the request. So here R1 has initiated. Okay, അപ്പോൾ ഇവിടെ R1 അപ്ഡേറ്റ് ചെയ്യും, ഇവിടെ അതുപോലെ അപ്ഡേറ്റ് ചെയ്യും. ഫ്രം വെയർ ദ റിക്വസ്റ്റ് ഹാസ് കം R1, ഫ്രം വെയർ ദ റിക്വസ്റ്റ് ഹാസ് കം R1. അപ്പോൾ അത് അവർ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ P3ക്കും P4നും P1 റിക്വസ്റ്റ് വന്നു അല്ലേ. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും അപ്പം ഈ ക്യൂവിൽ ടോപ്പ് നോക്കും. ഈ ടോപ്പ് ഇപ്പോൾ ആരാ കിടക്കുന്നത്, R1 ആയിരിക്കുന്നത്. അപ്പം വേറെ റിക്വസ്റ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല, വേറെ റിക്വസ്റ്റ് ഒന്നും ഇതിന് മുമ്പ് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വി ക്യാൻ ഗീവ് പോസിറ്റീവ് സൈൻ ടു ഓർ റിപ്ലൈ ടു ദ P1. ഓക്കെ, കാരണം അതിൻ്റെ ടോപ്പിൽ, ഈ അറേയുടെ ടോപ്പിൽ എന്താ കിടക്കുന്നത്, R1 അല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് റിപ്ലൈ കൊടുക്കാം. അപ്പോൾ ഫ്ലാഗ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വി ക്യാൻ ഗീവ് റെസ്പോൺസ് ടു ദിസ് മെസ്സേജ്, റെസ്പോൺസ് ടു P1. ഈ ഫ്ലാഗ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞാൽ റിപ്ലൈ മെസ്സേജാണ്. ഓക്കെ, ഇപ്പോൾ റിപ്ലൈ മെസ്സേജ് ആർക്ക് പോവും, P1 പോവും. ഓക്കെ, ഈ P1 ഇത് പോകുമ്പോഴത്തേക്കും ദ P1 വിൽ എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എൻ്റർ ചെയ്തു. ആ സമയത്ത് P2നും ഇതുപോലെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, സോ ഹി വിൽ ഓൾസോ ബി ഗിവിങ് റിക്വസ്റ്റ് ടു വിച്ച് ഓൾ സൈറ്റ്സ് 3 as well as 5 അല്ലേ. 3ലോട്ടും 5ലോട്ടും റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അടുത്തതാണ് കേട്ടോ. സോ വിൽ ഗീവ് റിക്വസ്റ്റ് ടു P3 as well as P5. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ അറേ മാറുന്നുണ്ടോ. അപ്പോൾ ഇവിടെ R2 ആണല്ലോ റിക്വസ്റ്റ് കൊടുത്തത്. ഓക്കെ, ഇവിടെ P3 ഇതിലോട്ട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് അതിൻ്റെ ഇത് ക്യൂ അപ്ഡേറ്റ് ചെയ്യും അല്ലേ, അറേ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ R2 എന്ന് വന്നു. ഓക്കെ, ഇവിടെ അതുപോലെ ഇവിടെ R2 എന്ന എൻട്രി വന്നു. ക്ലിയർ. പക്ഷേ ഇനി നമുക്ക് നോക്കാം ഇതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം, ഇതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ നോക്കുക. റിക്വസ്റ്റ് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ടോപ്പിൽ കിടക്കുന്നത് R2 തന്നെയാണ് അല്ലേ, ഈ അറേയുടെ ടോപ്പിൽ കിടക്കുന്ന R2 തന്നെയാണ്. സോ വി ക്യാൻ ഗീവ് റിപ്ലൈ ടു P2. ഓക്കെ, വാട്ട് അബൌട്ട് ഹിയർ ഇവിടെ നോക്ക്, ഇതിന് കൊടുക്കാൻ പറ്റുമോ നോക്ക്. ഇവിടെ ടോപ്പിൽ കിടക്കുന്ന ഏതാ, R1 ആണ്, R2 അല്ല. Okay, that means that R1 is still there, someone is still there in the critical section. Okay, so we have to wait. അപ്പോൾ ഇത് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ. അതാണ് അടുത്ത് കണ്ടോ. ഇപ്പോൾ P5 റിപ്ലൈ കൊടുത്തു. നൗ P2ന് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. ക്ലിയർ. മനസ്സിലായില്ലേ. ഇനി ഇത് ഏത് വരെ ബ്ലോക്ക് ചെയ്യും, ഇവിടെ നിന്ന് ഈ റിലീസ് മെസ്സേജ് വരുന്നത് വരെ. നമ്മൾ നേരത്തെ ഒരു സെൻറ്റൻസ് പറഞ്ഞില്ലേ, നേരത്തെ കൊടുത്ത റിപ്ലൈയുടെ റിലീസ് മെസ്സേജ് വന്നാൽ മാത്രമേ നമ്മൾ പുതിയ റിപ്ലൈ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ്ട് റിലീസ് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്നും റിലീസ് വന്നു. ഇവിടെ റിലീസ് വരിക എന്ന് പറഞ്ഞ കാര്യം എന്തുവാണ്, ഇവിടെ P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു, അപ്പോൾ അയാൾ റിലീസ് ചെയ്തു. ഓക്കെ, ആ റിലീസ് മെസ്സേജ് നമ്മൾ നേരത്തെ റിക്വസ്റ്റ് പോയതുപോലെ റിലീസും പോകണം. അപ്പോൾ ഇവിടെ P3ക്കും P4നും റിലീസ് പോയി. ഓക്കെ, അപ്പോൾ P3ക്കും P4നും റിലീസ് പോയി. ഈ റിലീസ് മെസ്സേജ് കിട്ടിയ ഉടൻ എന്ത് സംഭവിക്കുന്നു, ആ അറയിൽ നിന്ന് ആ ടോപ്പ് സംഭവങ്ങൾ ഇത് എടുത്ത് കളയും. ഓക്കെ, ഇവിടെയും ആ അറയിൽ നിന്ന് എടുത്ത് കളയും. ഇപ്പോൾ R1 ഇവിടെ നിന്നും പോവും, ഇവിടെ നിന്നും പോവും. ഇവിടെ നമ്മളിനിപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നും ഈ R1 വാല്യൂ പോവും. ഓക്കെ, കണ്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് R1 പോയി. ഓക്കെ, ഇതും പോവും. കണ്ടോ, ഇവിടെ നിന്ന് പോയി, ഇതും പോയി. കണ്ടോ, പോയി. ഓക്കെ, ഇപ്പോൾ ഈ വാല്യൂസ് എല്ലാം പോയി. അപ്പോൾ ഈ അറേ വാല്യൂ ഇത് റിലീസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ എന്ത് സംഭവിക്കും, ഇതിനുടനെ അതിന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ബാക്കി വെച്ചിരുന്ന റിപ്ലൈ ഇതിനിപ്പോൾ കൊടുക്കാൻ സാധിക്കും, കാരണം അതിൻ്റെ ടോപ്പിൽ, അറേയുടെ ടോപ്പിൽ ഇറ്റ് ഈസ് റിട്ടൺ R2. സോ യു ക്യാൻ ഗീവ് ദ റിപ്ലൈ ആൻഡ് ഒബ്വിയസ്ലി ദിസ് P2 വിൽ എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മെക്കാവാസ്
കോറം ബേസ്ഡ് അൽഗോരിതം എന്ന് പറയും. അപ്പോൾ കോറം എന്ന് പറയുമ്പോൾ ഓരോ സൈറ്റുകൾക്കും ഒരു സബ് കോറമുണ്ട്, ഒരു ലിസ്റ്റുണ്ട്. ഓക്കെ, ആ കോറം ലിസ്റ്റിൽ പ്രകാരമുള്ള സൈറ്റുകളിലേക്ക് മാത്രമേ അവർ റിക്വസ്റ്റും റെസ്പോൺസും എടുക്കത്തുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമുക്ക് അതിൻ്റെ അൽഗോരിതത്തിലേക്ക് പോകാം. ഇത് പറഞ്ഞു, എ സൈറ്റ് എസ് ഐ റിക്വസ്റ്റ് ആക്സസ് ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ ബൈ സെൻഡിങ് റിക്വസ്റ്റ് ഐ മെസ്സേജ് ടു ഓൾ ദ സൈറ്റ്സ് ഇൻ ദ റിക്വസ്റ്റ് സെറ്റ്. സോ ദിസ് ഈസ് ദ റിക്വസ്റ്റ് സെറ്റ്. ഓക്കെ, മറക്കരുത്, ദിസ് ഈസ് എ റിക്വസ്റ്റ് സെറ്റ് ഓഫ് P1, ദിസ് ഈസ് എ റിക്വസ്റ്റ് സെറ്റ് ഓഫ് P2. ഇത് ഞാൻ റിക്വസ്റ്റ് സെറ്റ് അല്ലെങ്കിൽ കോറം എന്ന് വേണമെങ്കിൽ പറയാം. when a site SJ receives the request, എസ് എ അയച്ച സംഭവം എസ് ജെക്ക് റിസീവ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ഇറ്റ് സെൻഡ്സ് എ റിപ്ലൈ ജെ മെസ്സേജ് ടു എസ് ഐ provided that it hasn't sent a reply message to a site since the receipt of the last release message. ഓക്കെ, അപ്പം നമ്മൾ ആ ലാസ്റ്റ് റിപ്ലൈയുടെ റിലീസ് മെസ്സേജ് വന്നിട്ടില്ല, ലാസ്റ്റ് റിപ്ലൈ കൊടുത്തതിൻ്റെ റിലീസ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് എന്ത് ചെയ്യുന്നു? ആ റിപ്ലൈ മെസ്സേജ് സെൻഡ് ചെയ്യും. ഓക്കെ, അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ക്യൂ അപ്പ് ദ റിക്വസ്റ്റ് ഫോർ ദ ലേറ്റർ കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ അറിയിക്കാത്ത ആ ക്യൂവിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, എക്സിക്യൂട്ടിംഗ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അങ്ങനെ നമുക്ക് ഈ റിക്വസ്റ്റ് കിട്ടിയ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്ലൈ കിട്ടിയ ആൾക്ക് ഈ ക്യാൻ എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ. എ സൈറ്റ് എസ് ഐ എക്സിക്യൂട്ട്സ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഓൺലി ആഫ്റ്റർ ഇറ്റ് ഹാസ് റിസീവ്ഡ് എ റിപ്ലൈ മെസ്സേജ് ഫ്രം എവരി സൈറ്റ്. എല്ലാ സൈറ്റുകളിൽ നിന്നും കിട്ടണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സൈറ്റുകളിൽ നിന്നും റിപ്ലൈ കിട്ടിയാലേ അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഇവിടെ കണ്ടോ, P2 റിക്വസ്റ്റ് ചെയ്തു, P3ക്കും P5നും. P5 മാത്രമേ റിപ്ലൈ വന്നുള്ളൂ, P3 വന്നില്ല. കാരണം ഇതിൻ്റെ ടോപ്പിൽ R1 കിടപ്പുണ്ട്, R2 അല്ല കിടക്കുക. അതുകൊണ്ട് അതിന് റിപ്ലൈ വന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് സൈറ്റിൽ നിന്നും കിട്ടിയാൽ മാത്രമേ അയാൾക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷനിലേക്ക് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ സംഭവം. അടുത്ത റിലീസിങ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ദ ക്രിട്ടിക്കൽ എക്സിക്യൂഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ഓവർ, the site SI sends a release I message to every site in the quorum. ഓക്കെ, അപ്പോൾ റിലീസ് ഐ മെസ്സേജ് ആർക്കൊക്കെ കൊടുക്കും? ആ കോറം ആ സൈറ്റിലുള്ള ആ റിക്വസ്റ്റ് സെറ്റിലുള്ള അല്ലെങ്കിൽ ആ കോറത്തിലുള്ള എല്ലാ സൈറ്റുകളിലേക്കും ഇത് കൊടുക്കും. ഓക്കെ, റിലീസ് മെസ്സേജ് കൊടുക്കും. when a site SJ receives a release I message from SI, it sends a reply message to the next site waiting in the queue and deletes that entry from the queue. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ റിപ്ലൈ കൊടുത്തതിൻ്റെ റിലീസ് വന്ന ഉടൻ തന്നെ ഇപ്പോൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കും. ഓക്കെ, നമ്മൾ ഈ കേസ് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ P2 റിക്വസ്റ്റ് ഇവിടെയും കൊടുത്തു. പക്ഷേ P3ക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ടോപ്പിൽ R1 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ R1 റിലീസ് കൊടുത്താലേ അടുത്തതിൽ കണ്ട് അല്ല R1 ഉണ്ടോ റിലീസ് കൊടുത്താലേ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇയാൾക്ക് അത് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ആ ക്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അല്ലേ. ആൻഡ് ഡിലീറ്റ്സ് ദ എൻട്രി ഫ്രം ദ ക്യൂ. ഓക്കെ, അപ്പോൾ റിലീസ് വരുന്ന എല്ലാത്തിൻ്റെയും റിലീസ് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ആ സൈറ്റുകളെല്ലാം നമ്മൾ ക്യൂവിൽ നിന്ന് എടുത്ത് കളയാണ് ചെയ്യുന്നത്. If the queue is empty, then the site updates its state to reflect that it has not sent out any reply message and since the receipt of the last message. ഇപ്പോൾ ക്യൂ എംറ്റി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇതുവരെ ഒരു റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ഇനി പുതിയ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉടൻ തന്നെ അതിന് റിപ്ലൈ മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെക്കാവാസ് കോറം ബേസ്ഡ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, കോറം ബേസ്ഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതമാണ് മെക്കാവാസ് അൽഗോരിതം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഷുവർ ആയിട്ടും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കും. ഓക്കെ, താങ്ക് യു.